ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെ ലെറ്റേഴ്സ് പഠിക്കാല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? എ പഠിച്ചായിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചിരുന്നത്? എ പഠിച്ചല്ലേ? എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എയും ബിയും സിയും. ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചല്ലേ? ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എയുടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചിട്ട് സ്മോൾ ലെറ്റർ പഠിക്കുക അല്ലേ? അതായിരിക്കും ഈസി. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എ ബി സി പഠിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഡി. ഡി കണ്ടോ? ഇതാണ് ഡി. ഡി ഇതെന്ത് അക്ഷരമാണ് മക്കളെ? ഡി. ഉറക്കെ പറഞ്ഞ മക്കളെ, ഡി. ഈ അക്ഷരമാണ് ഡി. ഡി ഡി എന്ന് പറഞ്ഞാല് അതൊരു വേർഡ് പറഞ്ഞാൽ എന്ത് പറയും? ഡോഗ്. ഡി ഫോർ ഡോഗ്. നമുക്ക് ഈ വാക്കുകളൊക്കെ പഠിക്കാം കേട്ടോ. ആദ്യം അക്ഷരങ്ങൾ പഠിക്കണ്ടേ, എന്നിട്ട് വാക്കുകൾ പഠിക്കാം. ഡി എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. ഒരു വര നമ്മൾ വരച്ചു, ആ വരയിൽ ഈ വരയിലോട്ട് ചെരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അത്രേ ഉള്ളു മക്കളെ ഡി. നമ്മൾ ബി എഴുതിയപ്പോ എങ്ങനെയാ? ഇങ്ങനെ എഴുതിയല്ലേ? ഇങ്ങനെ ബി എഴുതിയപ്പോ എഴുതി. പക്ഷെ ഡിക്ക് എഴുതുമ്പോ നമുക്ക് ഈ ഒരു കുനിപ്പിന്റെ ആവശ്യമില്ല, നേരെ ഇങ്ങോട്ട് വരണം. ഇതാണ് മക്കളെ ഡി എന്ന് പറയുന്നത്. നോക്കിക്കേ, ആദ്യമേ ഒരു താഴോട്ടൊരു വര വരച്ചു, അത് കഴിഞ്ഞിട്ട് ദാ ഇങ്ങനെ കേറുമായിട്ട് വരച്ചു. ഇതാണ് മക്കളെ ഡി. എന്താണ് ഡി? ഉറക്കെ പറഞ്ഞേ, ഡി. എന്താണ് മക്കളെ? ഡി. ഡി കറക്റ്റ് ആയിട്ട് പഠിക്കണേ. വര വരച്ചു, ഇവിടുന്ന് ചെരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഡി. എ ബി സി. ഡി അല്ലേ? എ ബി സി ഡി. അപ്പൊ ഡി ആണ് നമ്മൾ പഠിച്ചത്. ഇനിയും സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തോ? എഴുതാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇന്ന് താഴോട്ട് വരച്ചേ, ഇങ്ങനെ താഴോട്ട് വരച്ചേ. ഇവിടുന്ന് നേരെ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു വരയിൽ മുട്ടിക്കണം. ഇവിടുന്ന് ഇങ്ങനെ ചേരിച്ച് കൊണ്ടുവരണം. ഇതാണ് മക്കളെ ഡി. കണ്ടോ? ഡി. ഡി. നേരെ ഒരു വര വരയ്ക്കുക, ഇങ്ങനെ കേറിവിടുക. ഇതാണ് മക്കളെ ഡി. നോക്കിക്കേ, ഡി. ഡി. ഡി ഈസി അല്ലേ? എല്ലാരും എഴുതിയോ? ആദ്യമേ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചേ, പഠിച്ചോ? എന്നിട്ട് ഇതാ ഈ വര തുടങ്ങിയെടുത്തൂന്ന് വര അവസാനിച്ചിടത്തേക്ക് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് മുട്ടിക്കുക. കണ്ടോ? ഇതാണ് മക്കളെ ഡി. ഇതെന്താണ്? ഡി. 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 ഇതാണ് ഡി. അപ്പൊ നമ്മള് എന്തൊക്കെയാ പഠിച്ചേ? ഇംഗ്ലീഷിൽ എന്തൊക്കെയാ ലെറ്റേഴ്സാ പഠിച്ചത്? എ പഠിച്ചു. എ എല്ലാരും ഒന്ന് എഴുതിക്കേ. എ പഠിച്ചു. ബി എഴുതിക്കേ. ബി പഠിച്ചില്ലേ? ബി. അടുത്തത് സി പഠിച്ചല്ലേ? സി എഴുതിയോ? ഇന്നെന്താ നമ്മൾ പഠിച്ചത്? ഡി. കണ്ടോ? ഡി. എ ബി സി ഡി. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, ബാറ്റ്, അങ്ങനെയൊക്കെ പറയാം അല്ലെ? സി ഫോർ ക്യാറ്റ്, ഡി ഫോർ ഡോഗ്. അപ്പോ എ ബി സി ഡി പഠിച്ചല്ലേ? ഇംഗ്ലീഷിലെ ഓരോ ലെറ്റർ പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഈസി ആകാൻ വേണ്ടിയിട്ടാ, വേഗം പഠിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. അപ്പൊ മക്കൾ എന്നും ഇരുന്ന് പഠിക്കണം. പഠിച്ചാലാണ് മറക്കാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എത്ര ലെറ്റേഴ്സ് ആണോ പഠിച്ചത് അത്രയും ലെറ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഇപ്പം ഇന്ന് ഡി പഠിച്ചാൽ എ ബി സി ഡി അങ്ങനെ പഠിക്കണം കേട്ടോ. ഇന്നത്തെ ഡി പഠിച്ചിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ് പഠിക്കണം. എന്നിട്ട് കാണാതെ അമ്മമാരെ എഴുതി കാണിക്കണം. നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ.
കൂടുതൽ ആയിട്ട് വേഗം നിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡി എല്ലാവരും പഠിക്കുക. നമുക്ക് നാളെ ഇ പഠിക്കാം. ബൈ.